ഹലോ ഗായ്സ്, പിങ്കൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ബ്രെഡ് ഫില്ലിങ്സ് ആണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടി കുറച്ച് ബ്രെഡ് ആവശ്യമുണ്ട്. പിന്നെ ഓണിയൻ ഇങ്ങനെ സ്ലൈസായിട്ട് വട്ടത്തിലരിഞ്ഞത് വേണം. പിന്നെ കുറച്ച് കടല പുഴുങ്ങിയത്, രാവിലെ കടലക്കറി വെച്ചതാണ്, അതിൻ്റെ കുറച്ച് കടല പുഴുങ്ങിയത് ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ടൊമാറ്റോ വേണം. പിന്നെ കുറച്ച് ചമ്മന്തി പോലത്തെ ഒരു സംഭവം, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ പിന്നീട്. എന്നിട്ട് ബ്രെഡ്, പിന്നെ മുട്ട നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടിച്ച് വെച്ചതുണ്ട്, അതിൽ മുക്കിയിട്ട് നമ്മൾ ബ്രെഡ് ഇങ്ങനെ പാനിലേക്ക് വെച്ച് കൊടുക്കണം. അതായത് നമ്മൾ പാനിലേക്ക് വെച്ചെടുക്കുമ്പോൾ ഗ്യാസ് നല്ല സിമ്മാക്കിയിട്ട് ഇടണം കേട്ടോ. അങ്ങനെ വേണം അത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിങ്ങനെ ബ്രെഡിൽ മുക്കിയിട്ട് അങ്ങനെ നമ്മുടെ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറേശ്ശെ ഇങ്ങനെ നെയ്യ് നിങ്ങൾക്ക് കണ്ടറിയാം, അത് ഉരുകി വരുന്നേ ഉള്ളൂ ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അപ്പോൾ അത് നെയ്യ് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ അതിൽ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും നെയ്യ് ഇടുമ്പോൾ. അപ്പോൾ അങ്ങനെ നെയ്യും ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെ മറിച്ചിടണം കേട്ടോ. തിരിച്ചിടില്ലേ നമ്മൾ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ ഒരു സൈഡ് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളൊരു സൈഡ് അങ്ങനെ മറിച്ച് കൊടുത്തിട്ട് പിന്നെയും മറ്റേ സൈഡിൽ നമുക്ക് നെയ്യ് ഇങ്ങനെ കുറേശ്ശെ തൂവി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ചമ്മന്തി അതിൻ്റെ മുകളിൽ, ചമ്മന്തി അല്ല ശരിക്കും അത് തേങ്ങ, നമ്മൾ കുറച്ച് തേങ്ങ വറക്കുക, അതിലേക്ക് വെളുത്തുള്ളി പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് പുളി ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ അരച്ചെടുക്കണം. ആ പുളി ഉപ്പൊക്കെ ആകുമ്പോൾ എരിവും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് അത് ഈ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൽ നമ്മൾ ഓണിയനും പിന്നെ അതുപോലെ തന്നെ തക്കാളിയും കൂടെ ഇട്ടിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് കടലയും കൂടി ഇട്ടിട്ട് നമ്മൾ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് അതും കൂടി വെച്ചതിന് ശേഷം ബ്രെഡ് വയ്ക്കുക. വീണ്ടും അങ്ങനെ ബ്രെഡ് അത് തേച്ചിട്ട് വീണ്ടും ആ ബ്രെഡിൻ്റെ അങ്ങനെ 3 ബ്രെഡ് വയ്ക്കണം കേട്ടോ, ആ ലെയറായിട്ട്. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അവർക്ക് അങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിക്കാം, അല്ലെങ്കിൽ അതേപോലെ തന്നെ ബർഗർ പോലെ ആക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. അങ്ങനെ അത് വീണ്ടും അതേപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ തേച്ചിട്ട് അതിൻ്റെ ഒരു ജാമ് നമുക്ക് തേക്കാം, അതേപോലെ തന്നെ ഒരു സംഭവമാണ്. പക്ഷേ ജാമിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഈ ഒരു പുളിയും ഉപ്പും ഒക്കെ കൂടിയിട്ടുള്ളൊരു സംഭവമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, മക്കൾക്ക് നല്ല ഇഷ്ടമായി പറഞ്ഞു അവർ. അപ്പോൾ ഇത് വീണ്ടും അതേപോലെ തന്നെ ഉള്ളിയും തക്കാളിയും പിന്നെ നമ്മുടെ ആ പുഴുങ്ങിയ കടലയും കൂടി കൂട്ടിയിട്ട് വയ്ക്കുക കേട്ടോ. അത് വെച്ചതിന് ശേഷം വീണ്ടും ഈ ബ്രെഡ് അങ്ങനെ ചെയ്യുക, വീണ്ടും അങ്ങനെ വയ്ക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നെയ്യ് കുപ്പിയൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ വീഡിയോ. എല്ലാവരും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.